സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ്എസ്എഫ് മുഖമാസിക റിസാല. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിപിഐഎം 2 തവണ ശിക്ഷിക്കപ്പെട്ടു എന്ന് വിമർശനം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ സിപിഐഎം നേതാക്കളുടെ പങ്ക് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിന് കാരണമായി എന്ന് ലേഖനത്തിൽ. എസ്എഫ്ഐ യൂണിറ്റ് നേതാവ് മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ സംസാരിക്കുന്ന ഭാഷയ്ക്ക് കുഴപ്പമുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ വധം കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിനുള്ള തിരുത്തൽ അവസരമായിരുന്നുവെന്നും റിസാല ലേഖനം. അനൽക സേതുണ്ട് വിശദാംശങ്ങളുമായി. അനൽക, എന്താണ് ഈ ലേഖനത്തിന്റെ പൂർണ്ണരൂപം? കൊലപാതകിക്ക് കൈ കൊടുക്കരുത്, എന്തെന്നാൽ പാർട്ടി ഒരു കുടിശ്ശിനിയിൽ എന്നൊരു തലക്കെട്ടിലാണ് എസ്എസ്എഫിന്റെ മുഖമാസികയായിട്ടുള്ള റിസാലയിൽ സിപിഎമ്മിനെ വിമർശിച്ചുള്ള ഒരു ലേഖനം വന്നിട്ടുള്ളത്. അതായത് പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന് വലിയ തിരിച്ചടികൾ ഉണ്ടായെന്നും അതേപോലെ തന്നെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിന് കാരണമായത് ഈ പെരിയ ഇരട്ട കൊലപാതകത്തിൽ സിപിഎം നേതാക്കളുടെ പങ്കാണെന്നുള്ളൊരു വിമർശനമാണ് ഇതിൽ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ പിന്നീട് പിന്നീട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നുവെന്നും വിമർശനം ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ അടുത്ത് നിന്നും നീതി കിട്ടാത്തതുകൊണ്ട് ഇതിന്റെ അന്വേഷണവുമായി നീങ്ങിയ സിബിഐ അന്വേഷിച്ച സമയത്താണ് ഈ പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കേസിനകത്തൊരു സത്യം പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സിപിഎമ്മുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. സിപിഎം നേതാക്കളുടെ പങ്കും അതേപോലെ തന്നെ ഈ സിപിഎം വളരെ ആധികാരികമായി സിപിഎം നേതാക്കളുടെ പങ്ക് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ, അതായത് ഈ കേസ് സിബിഐക്ക് വിടരുതെന്ന് ആവശ്യപ്പെട്ട് 1.14 കോടി രൂപ സംസ്ഥാന സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്നും അതോടൊപ്പം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യുന്നത് ഒരു അടഞ്ഞ അധ്യായമാണെന്ന വിമർശനവും ഇതിൽ റിസാല മുഖമാസികയിൽ വിമർശനാത്മകമായി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ കാല രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിയിട്ടുണ്ട്. അഥവാ രാഷ്ട്രീയ പാർട്ടികളുടെ യഥാർത്ഥ നിറം എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും പാർട്ടിക്ക് വേണ്ടി കൊല്ലുക എന്നാൽ അടഞ്ഞ കാലത്ത് ഒരു വിപ്ലവമായി തോന്നുമെന്നാണ് റിസാല മുഖമാസികയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഒരു ആയുധം വീടെ ഉയരരുത്, സർക്കാർ പണം ഒരു പ്രതിക്ക് വേണ്ടി ഒഴുക്കരുത്, കൊലപാതകിക്ക് കൈ കൊടുക്കാതെ ഒരു കൊടി സിനിമാരെ നാം കൊണ്ട് ഒരു പാർട്ടി മൊത്തം കൊടി സുനി ആവരുത് എന്ന വിമർശനം ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. ആതിര. ശരി, അനൽക സെയ്ദ് എം.പിയാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.